വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേരാണ് ഗ്ലൂട്ടതയോൺ. ഗ്ലൂട്ടതയോൺ എന്താണ് ചെയ്യുന്നതെന്നും ഗ്ലൂട്ടതയോണിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും ഈ വീഡിയോയിൽ നോക്കാം. ഞാൻ ഡോക്ടർ സ്വാതി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗ്ലൂട്ടതയോൺ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസിലും ഉണ്ട്. നോർമലി ഗ്ലൂട്ടതയോൺ നമ്മുടെ സെൽസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, എൻസൈംസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവ റീജനറേറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നു, ക്യാൻസറിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നോർമലി ഉള്ള നമ്മുടെ ഗ്ലൂട്ടതയോണിന്റെ പ്രോപ്പർട്ടീസ്. ഒപ്പം ഗ്ലൂട്ടതയോൺ DNA-യുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റുമാണ്. ഗ്ലൂട്ടതയോണിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി. എന്താണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. അതായത് നമ്മുടെ സെൽസിൽ നോർമലി മെറ്റബോളിസം നടക്കുന്നുണ്ട്. ഓക്സിജൻ ഉപയോഗിച്ചിട്ടുള്ള മെറ്റബോളിസത്തിനെ ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. എന്ത് മെറ്റബോളിസം കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും അല്ലെ. ആ ബൈ പ്രോഡക്ട്സ് ആണ് ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസിനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആന്റി ഓക്സിഡൻസ്, നോർമലി നമ്മുടെ ബോഡിയിലുള്ള ആന്റി ഓക്സിഡൻസ് ഡിസ്ട്രോയ് ചെയ്തില്ലെങ്കിൽ അത് സെൽസിന് ഡാമേജ് ഉണ്ടാക്കും. ഗ്ലൂട്ടാതയോൺസും വേറെ കുറെ ആന്റി ഓക്സിഡൻസും നമ്മുടെ ബോഡിയിലുണ്ട്. ഇൻ കേസ് നമ്മൾ ഈ ആന്റി ഓക്സിഡൻസിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഫ്രീ റാഡിക്കൽസ് കൂടും. ഫ്രീ റാഡിക്കൽസ് ഒരുപാടായി കഴിയുമ്പോൾ അത് നമ്മുടെ സെൽസിനെ പതിയെ പതിയെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ സെൽസ് ഡിസ്ട്രോയിഡ് ആകുമ്പോൾ അത് ഹാർട്ടിനെ ബാധിക്കുന്നു, ലങ്സിനെ ബാധിക്കുന്നു, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, സ്കിന്നിനെ ബാധിക്കുന്നു, അങ്ങനെ എല്ലാ സെൽസിനെയും ബാധിക്കുന്നു. കാരണം എല്ലാ സെൽസിലും മെറ്റബോളിസം നടക്കുന്നുണ്ട്, എല്ലാ സെൽസിലും ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടതയോൺ. ചില ഫുഡ് ഐറ്റംസിൽ ഗ്ലൂട്ടതയോൺ ആവശ്യത്തിനുണ്ട്. അത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് ആയ ഗ്ലൂട്ടതയോണിനെ നിലനിർത്താൻ സാധിക്കും. അതിൽ വരുന്നതാണ് ബ്രോക്കോളി, ക്യാരറ്റ്, ചീര, ആപ്പിൾ, ഓറഞ്ച്, ഇവയിലെല്ലാം ഗ്ലൂട്ടതയോൺസ് ഉണ്ട്. ഗ്ലൂട്ടതയോൺസ് നമ്മുടെ സ്കിന്നിനെ എക്സ്ക്ലൂസീവ്ലി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്കിന്നിന്റെ ലൈറ്റനിങ് ഉണ്ടാക്കുന്നു. ഫ്രീ റാഡിക്കൽസ് കാരണം കോശങ്ങൾ നശിക്കുമ്പോൾ, സെൽസ് നശിക്കുമ്പോഴാണ് ഒരു ബ്ലാക്കനിങ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഗ്ലൂട്ടതയോൺ സപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നത് വഴി ഹൈപ്പർ പിഗ്മെന്റേഷനും കുറയ്ക്കുന്നു. അതുപോലെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് വഴി ഏജിങ് കുറയ്ക്കുന്നു, റിംഗ്ലിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു, സ്കിന്ന് ബ്രൈറ്റൻ ആയിരിക്കാൻ സഹായിക്കുന്നു. ഒപ്പം സ്കിന്നിന്റെ ടോൺ നിലനിർത്തുന്നു. ഇതൊക്കെയാണ് സ്കിന്നിൽ ഗ്ലൂട്ടതയോണിന്റെ ഇമ്പോർട്ടൻസ്. ലിവർ ഡിസീസസ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഗ്ലൂട്ടതയോൺ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഷുഗർ ഉള്ള ആൾക്കാരുടെ ഷുഗർ നിയന്ത്രണത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലിൻ സപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് ഇൻസുലിൻ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഗ്ലൂട്ടതയോൺ സപ്ലിമെന്റ്, ഗ്ലൂട്ടതയോൺ കൊടുത്തിട്ടുള്ള ഒരു പേഷ്യന്റിലാണ് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നതെങ്കിൽ ഇൻസുലിന്റെ ഡോസ് കുറവ് കൊടുത്താൽ മതിയാവും. കാരണം ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു. അങ്ങനെ ഷുഗർ പെട്ടെന്ന് കൺട്രോൾഡ് ആകാൻ സാധിക്കുന്നു. പ്രതിരോധ ശേഷി കൂട്ടുന്നു. നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയ, വൈറസ് അതുപോലുള്ള എന്തെങ്കിലും കിടാണുക്കൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ഉപയോഗിച്ചിട്ടാണ്. ഈ സെൽസിന്റെ പൊട്ടൻഷ്യൽ കൂട്ടുന്നു. ഒപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ബോഡിയിലെ സെൽസിനെ എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, ആ സെൽസിനെ എല്ലാം നശിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് സന്ധിവാതം, പിന്നെ ഇൻഫ്ലമേറ്ററി ബവലിനുണ്ടാകുന്ന ഡിസീസസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, അതുപോലെ ഒരുപാട് രോഗങ്ങളുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന രോഗങ്ങൾ. ഈ രോഗങ്ങൾക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഗ്ലൂട്ടതയോൺ സഹായിക്കുന്നു. ഒപ്പം പാർക്കിൻസോൺസത്തിനും ഒരു പരിധി വരെ ഗ്ലൂട്ടതയോൺ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എല്ലാ സാധനത്തിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഗ്ലൂട്ടതയോൺ സപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിലും അത് ഗ്ലൂട്ടതയോൺ നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്, ഇഞ്ചക്ഷൻ ആയിട്ട് അവൈലബിൾ ആണ്. ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിലും ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിലും അലർജി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് സാധാരണ ഏത് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഗ്ലൂട്ടതയോൺ എടുക്കുമ്പോഴും അലർജി ഉണ്ടാകാനുള്ള സാധ്യത. ആസ്മയുള്ള പേഷ്യൻസിനൊന്നും നമ്മൾ അതുകൊണ്ട് ഗ്ലൂട്ടതയോൺ സജസ്റ്റ് ചെയ്യില്ല.
പിന്നെ പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിങ് ആൾക്കാർക്കും ഗ്ലൂട്ടാതയോൺ കഴിക്കുന്നതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും നമ്മൾ ഗ്ലൂട്ടാതയോൺ സപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഏത് മരുന്ന് കഴിക്കുമ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലെ ചിലപ്പോൾ വയറ് വീർത്തതായി ഒരു ബ്ലോട്ടിംഗ് പോലെയൊക്കെ തോന്നാം, അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം, സ്കിൻ റാഷസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഡയറിയ ലൂസ് മോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ വരെയും സാധ്യതയുണ്ട്. പക്ഷെ ഓരോ പേഷ്യൻസിലും ഇത് വേരി ചെയ്യും. ഓരോ ആൾക്കാരിലും ഓരോ ഡ്രഗും റിയാക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.